അതുകൊണ്ട് ഈ പരിപാടി നിർത്തിവെക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചുമ്മാതെയാണ്. മടവൂർ കാഫില നിർത്തില്ല, അത് മുന്നോട്ട് തന്നെ പോകും, ഇസ്സത്തോടെ പോകും. എന്നെക്കുറിച്ച് എന്ത് ആരോപണങ്ങൾ ഇവിടെ പറഞ്ഞോ, എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും ഇവിടെ താറടിച്ചു വെപ്പിച്ചോ, ആളുകളുടെ മുന്നിൽ എന്നെ ഒറ്റപ്പെടുത്തിക്കോ, എനിക്കൊരു പ്രയാസവുമില്ല, എനിക്കൊരു വിഷമവുമില്ല. ഞാൻ ഒരു ചെവിയിൽ കൂടെ കേട്ട് ഒരു ചെവിയിൽ കൂടെ കളയും. പക്ഷേ ഞാൻ ചെയ്യുന്നത് ഹക്കാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ചെയ്യുന്നത് ഹക്കായ കാര്യങ്ങളാ. സ്ഥലം കൂടി പോലീസ് പരിശോധിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനിടയിൽ ഉള്ളതെന്നുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി തന്നെയാണ് മലപ്പുറം സിഐയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഇവിടെ എത്തി തെളിവെടുപ്പിലേക്ക് കടന്നിരിക്കുന്നത്. ഇവിടെ പ്രസവത്തിന് ശേഷം അവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടിയ സ്ഥലമാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ഇതിനുവേണ്ടി ഉപയോഗിച്ച കൈക്കോട്ട് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പോലീസ് അതിന്റെ വിരലടയാളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഈ കുഴിച്ചിട്ട ഈ പരിശോധിക്കും. ശനിയാഴ്ച വൈകിട്ട് 6 മണിയോട് കൂടിയാണ് സിറാജുദ്ദീന്റെ ഭാര്യ അസ്മ ഈ വീട്ടിൽ വെച്ച്, ഈ വാടക വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നതിന് ശേഷം അമിത രക്തസ്രാവത്തെ തുടർന്ന് 9 മണിയോട് കൂടി അസ്മ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അർദ്ധരാത്രിയോട് കൂടിയാണ് അസ്മയുടെ സ്വദേശമായ പെരുമ്പാവൂരിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ വാർത്ത പുറം ലോകം അറിയിക്കുക കൂടി ചെയ്തത്. ഇന്നലെ മലപ്പുറം പോലീസ് പെരുമ്പാവൂരിലെത്തി സിറാജുദ്ദീനെ കസ്റ്റഡിയിലെടുക്കുകയും നരഹത്യ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കുകയുമായിരുന്നു. നരഹത്യ ഒപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നതിന് പിന്നാലെ കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ തെളിവെടുപ്പിന് വേണ്ടി ഇങ്ങോട്ട് എത്തിച്ചിരിക്കുകയാണ്. ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് തെളിവെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവശിഷ്ടങ്ങൾ കുഴിച്ചിട്ട ഈ ഒരു ഭാഗമാണ്, വീടിന്റെ പിൻഭാഗമാണ് പോലീസ് ഇപ്പോൾ വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ആ സമയത്ത് നടന്ന കാര്യങ്ങൾ എന്ന് സിറാജുദ്ദീൻ വിശദമായി തന്നെ പോലീസിനോട് പറയുക കൂടി ചെയ്യുന്നുണ്ട്. ഒരു സ്ത്രീയുടെ സഹായം കൂടി പ്രസവമെടുക്കുന്നതിന് ഈ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് തെളിവെടുപ്പിനെത്തിച്ച ശേഷം സിറാജുദ്ദീൻ പോലീസിന് നൽകിയിരിക്കുന്ന വിവരം. ഇപ്പോൾ ഫോറൻസിക് ഉദ്യോഗസ്ഥരാണ് ശാസ്ത്രീയമായി തെളിവുകൾ ശേഖരിക്കുന്നത്. നേരത്തെ വിരലടയാളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഇപ്പോൾ ഈ സ്ഥലം കുഴിച്ചിട്ട, ഈ പ്രസവത്തിന് ശേഷം അവശിഷ്ടങ്ങൾ കുഴിച്ചിട്ട സ്ഥലമാണ്.